ഹലോ ഹായ് വെൽക്കം ടു രുചി ബൈ ബിൻസു. ഇന്ന് നമുക്കേ ഈ കക്കയിറച്ചി തോരനായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 500 ഗ്രാം കക്കയിറച്ചിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുക്കറിലൊന്ന് നല്ലതുപോലെ വേവിച്ചിട്ട് വരാം. അപ്പോൾ നമുക്ക് കക്കയിറച്ചിക്ക് ഉള്ളി താളിക്കാനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി. ഇത് ഞാനൊരു 2 സവാള മീഡിയം സൈസ് ചോപ്പ് ചെയ്തതാണ്. അത് 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. സവാള ഒരു പരുവം മൂത്തിട്ടുണ്ട്, ഇത്രയും മതി. അപ്പോൾ ഞാനിതിലേക്ക് എരിയുള്ള മുളക് പൊടിയാണ്, ഇത് 1/2 ടീസ്പൂൺ. ഇത് വലിയ ജീരകവും കുരുമുളകും കൂടി പൊടിച്ചതാണ്. ഇത് നമുക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. മാറി ഇത് ഞാനൊരു അരമുറി നാളികേരം ഒതുക്കിയെടുത്തതാണ്, മിക്സിയിൽ അരമുറി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ കക്കയിറച്ചി നേരത്തെ ഉപ്പും മഞ്ഞളും അതിന് കൂടെ ഞാൻ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിനകത്തിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നേ. അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അത് അതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ വെള്ളം വലിഞ്ഞിപ്പം, അതുകൊണ്ടാണ് ഇതിടുന്നത്. നമുക്ക് ഫ്ലേവറിന് വേണ്ടി അല്പം കുരുമുളക് പൊടി ചേർക്കാം. ഇത് കക്കയിറച്ചിക്കൊക്കെ നമ്മളെപ്പോഴും ഒരു ശകലം കുരുമുളക് പൊടി എപ്പോഴും ഇങ്ങനെ അതിൻ്റെ ഫ്ലേവറാണ് കക്കയിറച്ചി. ഇപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സൂപ്പർ തോരനായിട്ടുണ്ട്. കണ്ടോ, ഒരെണ്ണം തൊടാതെ ഇങ്ങനെ കിടക്കുവാണേ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. കണ്ടുകൊണ്ടിരിക്കുക തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.